ഹലോ കൂട്ടുകാരെ, കർക്കിടക മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കർക്കിടക കഞ്ഞി. വളരെ എളുപ്പത്തിലും ഗുണത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന രീതിയിൽ വീട്ടിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ കേരളത്തിലെ പരമ്പരാഗത ചികിത്സാ വിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയാണ് നമ്മൾ ഔഷധക്കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഞവര അരി, ഒന്നെങ്കിൽ ഞവര അരി എടുക്കാം, നിങ്ങൾക്ക് ഇല്ലെങ്കിൽ രക്തശാല അരി എടുക്കാം. രക്തശാല അരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞവര അരി തന്നെ ആയിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്, പിന്നെ ഔഷധ കൂട്ടെടുക്കുന്നുണ്ട്. ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഉലുവയും കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നെങ്കിൽ ഇന്ദുപ്പ് എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റോക്ക് സോൾട്ട് എടുക്കുക. ഇന്ദുപ്പായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് കഞ്ഞിക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ദശമൂല ചൂർണ്ണമാണ് കേട്ടോ. അത് കടകളിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഒരെണ്ണം മേടിച്ചാൽ മതി. ഇപ്പോൾ എല്ലാവർക്കും ദശമൂല ചൂർണ്ണം അറിയാമായിരിക്കും. പണ്ടുള്ളവരൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ അത് പറിച്ചെടുത്ത് അത് മൊത്തത്തിൽ അരച്ച് പിഴിഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെയൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കടയിൽ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ദശമൂല കൂട്ട് അവൈലബിൾ ആണ്, അത് മേടിച്ച് എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മളിത് തയ്യാറാക്കി എടുക്കുന്ന ചട്ടിയിലാണ് കേട്ടോ. നമ്മൾ ചട്ടിയിൽ തന്നെ തയ്യാറാക്കി എടുക്കണം, ഔഷധ ഇതായതുകൊണ്ട്. അപ്പോൾ ഇതാ ഇവിടെ മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മളിപ്പം എന്തോരം അരി എടുക്കുന്നു അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1.25 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ മരുന്ന് കൂട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അരി ഞാൻ കുറച്ച് നേരം കുതിർത്തിട്ടാണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അളവ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് നമ്മുടെ അരി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ അളവ്. നമ്മൾ 1 കപ്പ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ പകുതി ചെറുപയർ, അതിൻ്റെ പകുതി ഉലുവ, ആ ഒരു കണക്കിൽ വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഉലുവയൊക്കെ കുതിർത്തെടുത്തതാണ്. അത് 3ഉം കൂടി നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. ഈ മരുന്നിൻ്റെ കൂട്ടിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് നല്ല ഇതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെള്ളം വറ്റിപ്പോകും, അരിയൊന്നും വേവത്തില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അളവിൽ വെള്ളമായിരുന്നു. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്തോന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അരിയൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, പയറും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മരുന്ന് കൂട്ടിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ 1 പാക്കറ്റ് മരുന്ന് കൂട്ട് മേടിക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഒന്ന് ഉപയോഗിക്കണം. നമുക്ക് 1 മാസം ഉപയോഗിക്കാനുള്ള മരുന്ന് കൂട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് 1.25 ടീസ്പൂൺ മരുന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒരു തിളയും കൂടി വരട്ടെ കേട്ടോ. ആ ഒരു തിളയും കൂടി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് ഒരു തിളയും കൂടി വരുത്തിയെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലൊരു തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ അപ്പം തന്നെ ഓഫ് ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ കാര്യം ചട്ടിയിലായതുകൊണ്ട് നമ്മുടെ ചട്ടിയിൽ തന്നെ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലപോലെ ഇതായിക്കോളും. നമ്മൾ ഓവറായി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ അപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ വേവിക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർക്കരുത്, ലാസ്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. നമ്മൾ മരുന്ന് കഞ്ഞി അങ്ങനെയാണ്, ലാസ്റ്റ് മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. ഉപ്പ് ചേർത്തൊന്നും ഇത് വേവിച്ചെടുക്കരുത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കുക. ഇന്ദുപ്പായിരിക്കും ഒന്നുകൂടെ നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പോ ഹിമാലയൻ സോൾട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും നമുക്ക് അരച്ച് പിഴിഞ്ഞൊന്നും എടുക്കണം. നമ്മുടെ കടകളിലെ തന്നെ മരുന്ന് കൂട്ടൊക്കെ എല്ലാ കടകളിലും അങ്ങാടി കടകളിലൊക്കെ മരുന്ന് കൂട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ദശമൂല ചൂർണ്ണം അവൈലബിൾ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇത് കഴിക്കാൻ വേണ്ടി നോക്കുക. ഇനി ദശമൂലത്തിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് പറയാം. മുക്കുറ്റി, തിരുതാളി, കയ്യോന്നി, ചെറുള, നിലമ്പന, കറുക, പിന്നെ മുയൽച്ചെവിയൻ, വിഷ്ണുക്രാന്തി, പൂവാങ്കുരുന്നില, ഉഴിഞ്ഞ, ഇത്രയും ഉള്ള 10
മരുന്നുകൾ ചേരുന്നതാണ് കേട്ടോ നമ്മുടെ ദശമൂലം. പിന്നെ അത് മരുന്ന് കൂട്ടിനകത്ത് ജീരകവും കുരുമുളകും കൂടി അഡീഷണലായിട്ട് ചേരും കേട്ടോ. ഈ കർക്കിടക മാസത്തിലെ ഒരു 30 ദിവസം നമ്മളിത് ഒരു നേരം വൈകുന്നേരം ഡിന്നറായിട്ട് കഴിച്ചാലും മതി കേട്ടോ, അത്താഴത്തിന് കഴിച്ചാലും മതി. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞി കഴിക്കുന്നത്. ഒരു ദിവസം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നരാടമെങ്കിലും കഴിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ, കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇതിൻ്റെ ഗുണങ്ങൾ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്, ദഹന പ്രക്രിയയൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വേണ്ടി താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.